Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2021 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിൽ ആദ്യത്തെ സെക്ഷൻ എയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാ നോക്കാം. അതിന് ഫസ്റ്റ് വൺ, വാട്ട് ഇസ് ഡബിൾ എൻട്രി സിസ്റ്റം? എന്തിനാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഡബിൾ എൻട്രി സിസ്റ്റം വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും അവിടെ രണ്ട് പാർട്ടീസ് ആവശ്യമാണ് അല്ലേ? രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഒരു ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഒരു കൊടുക്കലും വാങ്ങലും അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പാർട്ടീസ് തമ്മിൽ ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഈക്വൽ വാല്യൂവിന് തുല്യ മൂല്യമുള്ള എന്തോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്. എന്തൊരു ട്രാൻസാക്ഷൻ നടന്നാലും അവിടെ എന്തുണ്ടായിരിക്കും? ഒരു രണ്ട് ആസ്പെക്ട് അതിലുണ്ടായിരിക്കും, അല്ലെങ്കിൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും. ഒന്ന് എന്ന് പറയുന്നത് റിസീവിങ് ആസ്പെക്റ്റ്. ഇപ്പൊ രണ്ട് ആസ്പെക്ട് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അത് ഒന്ന് എന്തായിരിക്കാം? നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, മറ്റത് കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അതർ ഈസ് ഗിവിങ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, റിസീവിങ് ആസ്പെക്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ആണ് എന്ത് പറയുന്നത്? നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. ഗിവിങ് ആസ്പെക്ട് ഓഫ് ദ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആയതുകൊണ്ട് ദസ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട്സ്, നെയിംലി ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. ഏതൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. അതിന്റെ പേരാണ് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ, വാട്ട് ഡു യു മീൻ ബൈ മണി മെഷർമെന്റ് കൺസെപ്റ്റ്? കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമ്മൾ റിയലൈസേഷൻ കൺസെപ്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചോദിക്കുമെന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. എന്തിനാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ കൺസെപ്റ്റില് ഇതും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ആ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പൊ അതിൽ വന്നിരിക്കുന്ന മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയുന്നത് നമ്മൾ എങ്ങനത്തെ ട്രാൻസാക്ഷൻ മാത്രമാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? ഓൺലി ഫിനാൻഷ്യൽ നേച്ചറിലുള്ളത്, പണവുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻ. നമ്മൾ പൈസ കൊടുത്തു, പൈസ വാങ്ങി, ഇന്ന് അവിടുന്ന് കിട്ടി എന്ന പൈസയുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന ട്രാൻസാക്ഷൻസേ നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മോണിറ്ററി നേച്ചറിലുള്ള അല്ലെങ്കിൽ മണി നേച്ചറിലുള്ളത് മാത്രമായിട്ട് ട്രാൻസാക്ഷൻസ് മാത്രമായിരിക്കും അക്കൗണ്ടിങ്ങിൽ നമ്മൾ കാണിക്കുള്ളൂ. അതിനെ തന്നെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് മീൻസ് ദാറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ഫാക്ട് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി വിൽ നോട്ട് ബി റെക്കോർഡഡ്. ഇനി നമ്മൾ എന്തെങ്കിലും എക്സ്ചേഞ്ച് ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന് നമ്മൾ പണത്തിന്റെ കാര്യം പറയുന്നില്ലെങ്കിൽ, അതിനൊരു വാല്യൂ അവിടെ പറയുന്നില്ലെങ്കിൽ, അത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കൺസെപ്റ്റിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവിടെ പൈസയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, അവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാ, കണ്ടീഷൻ എങ്ങനെയാ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം നല്ലതാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ വളരെ മോശമാണ് എന്നുള്ള ഉത്തരവേ പറയാൻ പറ്റില്ല. അതിന് ഒരിക്കലും നമുക്ക് മോണിറ്ററി ടേംസിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെടാനും സാധ്യമല്ല. മാർക്കറ്റിൽ എങ്ങനെയാ, കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരം ഒരിക്കലും മോണിറ്ററി ടേംസിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ടേമുകളൊന്നും നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മണി ബേസ്ഡ് ആയിട്ടുള്ള, മോണിറ്ററി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു കൺസെപ്റ്റിനെയാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് പോസ്റ്റിംഗ്? എന്തിനാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എങ്ങനെയാണ് ട്രയൽ ബാലൻസിലേക്ക് എത്തുന്നത് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ ജേർണലൈസ് ചെയ്യുന്നു, ജേർണൽ എൻട്രി എഴുതിയതിന് ശേഷം അതിനെ അക്കൗണ്ടുകളാക്കി നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഫോർ ഈച്ച് പേഴ്സൺ ആൻഡ് ഈച്ച് ഐറ്റം ഓൺ സെപ്പറേറ്റ് പേജസ് ഇൻ ദ ലെഡ്ജർ. ലെഡ്ജറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ അക്കൗണ്ടുകളാക്കിയിട്ട് കാണിക്കുക. ഓരോ വ്യക്തിയുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഓരോ ഐറ്റവുമായി ബന്ധപ്പെട്ട് വരുന്നത്, അതെല്ലാം ഓരോ അക്കൗണ്ടുകളായിട്ടാണ് കാണിക്കുന്നത്.
അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടോ ഈ ഒരു ഐറ്റവുമായിട്ടോ ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും ആ ഒരു അക്കൗണ്ടിലാണ്. ജേണലിൽ എത്രത്തോളം പ്രാവശ്യം ഒരാളുടെ പേര് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഐറ്റത്തിന്റെ പേര് കാണിക്കുന്നുണ്ടോ, അപ്പൊ അത്രയും തവണ ട്രാൻസാക്ഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം ആ കൺസേൺഡ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ ക്യാഷ് പേയ്മെന്റ്സ്, ക്യാഷ് റെസീറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തത് എല്ലാം ഇവിടെ ക്യാഷ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് പോസ്റ്റിംഗ് എന്ന് പറയാം. ദസ് പോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഫ്രം ജേണൽ ടു ലെഡ്ജർ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കേട്ടോ. അപ്പോൾ എന്താണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്? റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ ഫ്രം ജേണൽ ടു ലെഡ്ജർ. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? ട്രാൻസ്ഫറിങ് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഐറ്റംസ് ഫ്രം ദ ജേണൽ ടു ദ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സ് ഇൻ ദ ലെഡ്ജർ. ഏത് അക്കൗണ്ട് ആണോ നമ്മൾ ചെയ്യുന്നത് ആ അക്കൗണ്ടിലേക്ക് ജേണലിൽ നിന്ന് അതിന്റെ ഡെബിറ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഷോ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഒന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. രാജേഷ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 2 lakh. 2 ലക്ഷം രൂപ കൊണ്ട് രാജേഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തേൽ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് റുപ്പീസ് 20,000. 20,000 രൂപയ്ക്ക് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു കടമായിട്ട്, പൈസ കൊടുത്തിട്ടില്ല. 20,000 രൂപയുടെ കടമായിട്ടാണ് പർച്ചേസ് ചെയ്തത്. മൂന്നാമത്തേൽ പറയുന്നത് റെന്റ് കൊടുത്തു 4,000. അപ്പൊ ഈ 3 ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷനിലേക്ക് നമ്മൾ ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് ഇങ്ങനെയാണ്: അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ആദ്യത്തേല് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ ക്യാഷ് ആണ് വന്നത് അസറ്റ് ആയിട്ട്. എത്ര? 2 ലക്ഷം രൂപ. അപ്പൊ ഒപ്പം തന്നെ അത് എവിടെയും കൂടി വരും? 2 ലക്ഷം ക്യാപിറ്റൽ ആയിട്ടും കാണിക്കും. ഓക്കെ, രണ്ടാമത്തേൽ പറഞ്ഞിരിക്കുന്നത് 20,000 രൂപയ്ക്ക് നമ്മൾ കടമായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പൊ ഗുഡ്സ് വാങ്ങാന്ന് പറയുമ്പോൾ അത് സ്റ്റോക്ക് ആണല്ലോ. അപ്പൊ അത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? അസറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ സ്റ്റോക്ക് എന്നുള്ളവിടെ എഴുതിയിട്ട് ഒരു 20,000 കാണിച്ചു. അതേസമയം നമ്മൾ കടമായിട്ട് വാങ്ങിയതുകൊണ്ട് 20,000 രൂപയ്ക്ക് എന്ത് നമുക്ക് വരുന്നുണ്ട്? ലയബിലിറ്റി വരുന്നുണ്ട്. കാരണം ഈ ഒരു ട്രാൻസാക്ഷൻ ഇപ്പൊ നമ്മൾ ഡബിൾ എൻട്രി പറഞ്ഞേ ഉള്ളൂ അല്ലെ. ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ. അപ്പൊ ക്യാഷ് വന്നു, അത് അസറ്റ് ആയിട്ട് 2 ലക്ഷം കാണിച്ചു. അതേ എമൗണ്ടിനെ നമുക്ക് ബാധ്യതയായിട്ട് ലയബിലിറ്റിയിൽ കാണിക്കും, ക്യാപിറ്റലിൽ കാണിക്കുകയും ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തു കടമായിട്ട് പറയുമ്പോൾ ഗുഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്, പകരം അത്ര ബാധ്യത നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ 2 സ്ഥലങ്ങളിൽ വന്നു അവിടെ. അപ്പൊ സ്റ്റോക്ക് 20,000 കാണിച്ചു, ലയബിലിറ്റി 20,000 കാണിച്ചു. അടുത്തത് പറഞ്ഞിരിക്കുന്നത് റെന്റ് കൊടുത്തു എന്നായിരുന്നു മൂന്നാമത്തെ. റെന്റ് കൊടുക്കുക പറയുമ്പോൾ നമ്മുടെ എന്താ പോകുന്നത്? ക്യാഷ് പോവുകയാണ്. അപ്പോൾ അത് -4,000 ക്യാഷിന്റെ താഴെ അവിടെ കാണിക്കാം. ഓക്കെ, അതേസമയം നമ്മുടെ ക്യാപിറ്റലിലുള്ള അതൊന്നും എത്ര കുറയും? ഈ റെന്റ് കൊടുത്ത 4,000 ക്യാപിറ്റലിൽ നിന്നും കുറയും. അപ്പൊ ഇതാണ് ഈ 3 കാര്യങ്ങൾ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇനി അതില് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ ഇപ്പൊ എത്രയാണ് അസറ്റ് ഉള്ളത്? നമുക്ക് 2 ലക്ഷം ക്യാഷ് ഉണ്ട്, 20,000 സ്റ്റോക്ക് ഉണ്ട്, അതിൽ നിന്ന് 4,000 ക്യാഷ് പോയിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ നിലവിൽ എത്രയുള്ളത്? 2,16,000 ആണ് ഉള്ളത്. ഓക്കെ, ലയബിലിറ്റി എന്ന് പറഞ്ഞ് ഓരോന്നിനും താഴെ എന്തുണ്ടെന്നാ നോക്കുന്നത്? അപ്പൊ അസറ്റിന്റെ കാര്യം നോക്കുമ്പോൾ 2 ലക്ഷം, 20,000, അതിൽ -4,000. ഇനി ലയബിലിറ്റിയിൽ എന്താ? ഇവിടെ 0 ആണ്, ഇവിടെ ആകെ 20,000 ഉള്ളൂ. ഓക്കെ, ക്യാപിറ്റലിലേക്ക് വരുമ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് എത്ര കുറഞ്ഞിട്ടുണ്ട്? 4,000 കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം 1,96,000. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രകാരം ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ? എന്തിനാണ് ഡെഫേർഡ് റവന്യൂ? അതായത് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ചെലവാക്കിയാലും അതിന്റെ റിസൾട്ട് ഉടനടി നമുക്ക് കിട്ടില്ല. പക്ഷെ വരും കാലങ്ങളിൽ നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോട്ടായിട്ട് തന്നെ പറയുന്നുണ്ട് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് ഇൻകേർഡ് ഇൻ ദ കറണ്ട് അക്കൗണ്ടിങ് പീരീഡ്. നമ്മൾ ഇപ്പോഴാണ് ഈ പൈസ ചെലവാക്കുന്നത്. ഈ കറണ്ട് അക്കൗണ്ടിങ് പീരീഡിലാണ്
ഈ ഒരു ചെലവ് നമുക്ക് ഇൻകർ ചെയ്യുന്നത് പറഞ്ഞാൽ അത് വന്നിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ബെനിഫിറ്റ് ആർ ഇൻകേർഡ്. ഈ ചെലവ് ആക്കിയതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നത് എപ്പോഴായിരിക്കും? വരും വർഷങ്ങളിലായിരിക്കും. ബെനിഫിറ്റ് ആർ ഇൻകേർഡ് ഇൻ ദ ഫോളോയിങ് ഓർ ദ ഫ്യൂച്ചർ അക്കൗണ്ടിങ് പീരീഡ്സ്. ഇനി സമീപ ഭാവിയിലോ അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിലേക്ക്, ഫ്യൂച്ചറിലേക്ക്, അക്കൗണ്ടിങ് പീരീഡിലേക്കായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ചെലവുണ്ടാവുന്നത് ഈ അക്കൗണ്ടിങ് പീരീഡിലും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് വരും വർഷങ്ങളിലും ആണെങ്കിൽ അതിനെയാണ് ഡെഫേർഡ് റവന്യൂ എന്ന് പറയുന്നത്. ഇത് റൈറ്റ് ഓഫ് ചെയ്യാണ് അതേ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ റൈറ്റ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ ഓവർ എ ഫ്യൂ ഇയേഴ്സ്. ഇത് നല്ലൊരു എക്സാമ്പിൾ പറയുക വെച്ചാൽ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു, ജനങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത് അറിയില്ല. അപ്പോൾ അവരിൽ ആദ്യം വിവരം എത്തിക്കണമെങ്കിൽ നമുക്ക് എല്ലാ മീഡിയാസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? വൻതോതിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു എമൗണ്ട് ആണ് അഡ്വർടൈസ്മെന്റിന് വേണ്ടി അവിടെ ചിലവാകുന്നത്. അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. കാരണം നമ്മൾ അത്രയും പൈസ മുടക്കി എല്ലാവരുടെയും നമ്മളത് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തുണ്ടാവാനാണ് നമ്മളിത് ചെയ്യുന്നത്? ജനങ്ങൾ അറിയാനും അത് വാങ്ങാനുമാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ജനങ്ങളും എല്ലാം അറിഞ്ഞു തുടങ്ങുന്നു, വാങ്ങി തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ സെയിൽസ് അവിടെ ഇൻക്രീസ് ആവുന്നു, റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ വലിയൊരു എമൗണ്ട് മുടക്കിയാലും അതിൻ്റെ റിസൾട്ട് വരും കാലങ്ങളിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെ തന്നെയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്ന വാട്ട് ആർ ദ സോഴ്സസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്താണ് ബോണസ് ഷെയർ എന്നുള്ളത്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അക്യൂമുലേറ്റഡ് ആയിട്ടുള്ള റിസർവും പ്രോഫിറ്റിൽ നിന്നും മാത്രമാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ബോണസ് ഷെയർ എന്താണെന്ന് ചോദിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ തന്നെ ബോണസ് ഷെയർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. എങ്ങനെയാണ്? ഔട്ട് ഓഫ് ഇറ്റ്സ് ലാർജ് റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പാസ്റ്റ് പ്രോഫിറ്റ്സ്. ഒന്നില്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അക്യൂമുലേറ്റ് ചെയ്ത് വന്നതോ പാസ്റ്റ് പ്രോഫിറ്റോ അല്ലെങ്കിൽ റിസർവോ ഉണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഏത് ഇഷ്യൂ ചെയ്യുന്നത്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബോണസ് ഷെയർ എന്ന് പറയുന്നത് ഫ്രീ ഷെയർസ് ആണ്. അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്ന ഔട്ട് ഓഫ് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ റിസർവ്. അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ റിസർവോ അതിൽ നിന്ന് മാത്രമാണ് എന്ത് ചെയ്യാറുള്ളത്? ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ എവിടെ നിന്നാണ് ചെയ്യുന്നത്? ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ്. ഓക്കെ, ഇറ്റ്സ് റിസർവ്സ് ഓർ പ്രോഫിറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാപിറ്റൽ. അതുകൊണ്ടാണ് അതിനെ ബോണസ് ക്യാപിറ്റലിനെ ക്യാപിറ്റലൈസേഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് റിസർവ് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ കമ്പനിക്ക് വർഷങ്ങളായിട്ട് പ്രോഫിറ്റ് ഉള്ളതിനൊക്കെ കൂട്ടി വെച്ചിട്ട് അതിൽ നിന്ന് മാത്രമേ ഇത് ചെയ്യുള്ളൂ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? the company capitalizes its accumulated profits or reserves without disturbing its cash position. കാരണം അവരുടെ കയ്യിൽ ഇപ്പം നിലവിലുള്ള ക്യാഷ് തൊണ്ടില്ല അവർ. പകരം വർഷങ്ങളായി കൂട്ടിവെച്ച് സമ്പാദ്യത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഹയർ പർച്ചേസ്. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ആ ഡിബഞ്ചർ എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സിലെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്ട്രേഷൻ്റെ ബേസിസിൽ നമ്മൾ രണ്ട് തരത്തിലാണ് ഡിബഞ്ചറിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് രജിസ്റ്റേർഡ് ഡിബഞ്ചർ, ഒപ്പം തന്നെ ബെയറർ ഡിബഞ്ചറും. ബെയറർ ഡിബഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ദ കമ്പനി മെയിൻറ്റെയിൻസ് നോ രജിസ്റ്റർ ഫോർ ദിസ് ഡിബഞ്ചേഴ്സ്. ഇങ്ങനത്തെ ഡിബഞ്ചർ കമ്പനി ഇഷ്യൂ ചെയ്യുമ്പോൾ രജിസ്റ്റർ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നാണ് പറയുന്നത്. അത് എന്താ അതിൻ്റെ അർത്ഥം? അത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. നമുക്ക് കൈവശമുള്ള ഏതൊരാൾക്കും
അത് വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യാം. ദീസ് ആർ ട്രാൻസ്ഫറബിൾ ബൈ മിയർ ഡെലിവറി. നോ ഡീഡ് ഈസ് റിക്വയർഡ് ഫോർ ദെയർ ട്രാൻസ്ഫർ. ഇത്തരത്തിലൊരു ഡിബഞ്ചർ നമ്മളെ കൈവശം വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ആർക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് അത് കൈമാറ്റം ചെയ്യാം. അതിന്റെ പേരിൽ ഒരു രജിസ്റ്റർ ഒന്നും കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. ബെയർ ചെയ്യുന്ന വ്യക്തി, അത്രയേ ഉള്ളൂ. ബെയർ ഡിബഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഡിബഞ്ചർ കൈവശം ഇരിക്കുന്ന വ്യക്തി, അതാരും ആവാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഡീഡൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് ബെയർ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഗിവ് 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. അപ്പൊ നേരത്തെ നമ്മളോട് ഹയർ പർച്ചേസ് എന്താണെന്നത് അവിടെ ചോദിച്ചുള്ളൂ 7ാമത്തെ ക്വസ്റ്റ്യനിൽ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ വീണ്ടും ഇൻസ്റ്റാൾമെന്റിന്റെ 2 അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചത്. അതേ ചാപ്റ്ററിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റാൾമെന്റിന്റെ ഫീച്ചേഴ്സ് ആണ്, അതിന്റെ സ്വഭാവമാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് ഏതെങ്കിലും 2 അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ പൈസ എങ്ങനെ കൊടുത്താൽ മതി? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് ഫുൾ എമൗണ്ട് കൊടുത്തുകൊണ്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വലിയൊരു കാര്യമാണല്ലോ, അഡ്വാൻറ്റേജ് ആണല്ലോ ഇതിന്റെ. അപ്പൊ പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെന്റ് അങ്ങനെ കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ബയ്യർ ക്യാൻ ട്രാൻസ്ഫർ ഓർ പ്ലെഡ്ജ് ദ ഗുഡ്സ് ബിക്കോസ് ഹീസ് ദ ഓണർ. ഇവിടെ എന്താണ്, നമുക്ക് ഓണർഷിപ്പും കിട്ടുന്നുണ്ട്, ഗുഡ്സിന്റെ പൊസിഷനും വരുന്നുണ്ട് അതേ സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൈവശമുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? ആ ഗുഡ്സിനെ വേറെ ആൾക്ക് കൊടുക്കാനോ പ്ലെഡ്ജ് ചെയ്യാനോ പണയം വെക്കാനോ ഒക്കെ അധികാരം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 2 അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇത് ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ 2 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന്, നമുക്ക് ഇതിന്റെ പണം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തേൽ പറയുന്നത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൈവശമുള്ള ഗുഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനോ പ്ലെഡ്ജ് ചെയ്യാനോ ഒക്കെ ഉള്ള അധികാരം ഇവിടെ കിട്ടുന്നു. കാരണം നമ്മൾ അതിന്റെ ഓണറായിട്ട് മാറിയിട്ടുണ്ട് ഈ ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം. ഓക്കെ, സോറി, ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം പ്രകാരം. അപ്പൊ ഇതാണ് ഇതിന്റെ 2 അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഹൗ ഡു യു ട്രീറ്റ് ലോസ് ഓൺ സ്റ്റോക്ക് ബൈ ഫയർ ഇൻ ഫൈനൽ അക്കൗണ്ട് ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് ഇൻഷുർഡ്. ഇത് വന്നിട്ട് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റുകളാണ്. ഓക്കെ, അത് 2ാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും അക്രൂഡ് ഇൻകത്തിനെ കുറിച്ചായിരുന്നു എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ചോദിച്ചത്. അപ്പൊ അതൊന്നും ഒരു ഐറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏത് വരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതില് വന്നൊരു ഐറ്റാണ് നമ്മൾ വാങ്ങി വെച്ച സ്റ്റോക്ക് തീ പിടുത്തം മൂലം നശിച്ചുപോയി. പക്ഷെ ആ ഗുഡ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇൻഷുർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞത് ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ, തീപിടുത്തം മൂലം നമ്മുടെ സ്റ്റോക്ക് നശിക്കുകയാണെങ്കിൽ ബിസിനസ്സിന് ഒരുപാട് തരത്തിലുള്ള ലോസുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? അബ്നോർമൽ റീസൺസ് ഒക്കെ ആയിരിക്കും. അതായത് പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാവുക, തീ കത്തി നശിക്കുക, ഭൂമികുലുക്കം ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഇതിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ബിസിനസ് ചെയ്യുമ്പോൾ തീർച്ചയായും ലോസ് ഉണ്ടാവും. അത് അതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ലോസാണ്, നോർമൽ ലോസുകളാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവുന്നു, അല്ലെ? നമുക്ക് ഒരിക്കലും പറയാൻ കൂടി പറ്റില്ല എപ്പോഴാണ് അത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഗുഡ്സ് എല്ലാം നമുക്ക് നഷ്ടപ്പെടാനുള്ളതും അപ്പോൾ അബ്നോർമൽ റീസൺ കാരണം ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുഡ്സ് നഷ്ടപ്പെടുന്ന ഒന്നില്ലെങ്കിൽ ഇൻഷുർ ചെയ്ത ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺഇൻഷുർഡ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ചില ഗുഡ്സ് ഒക്കെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും, ചിലത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. നമ്മളോട് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ഗുഡ്സ് ആർ നോട്ട് ഇൻഷുർഡ്. ഇതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് ഇൻഷുർ ചെയ്യാത്തതാണെങ്കിൽ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നത്. ഗുഡ്സ് ഇൻഷുർ ചെയ്തിട്ടില്ലെങ്കിൽ മൊത്തം വന്ന ലോസ് എന്താണോ അതിനെ നമ്മൾ എവിടെ കാണിക്കും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇപ്പോൾ ഒരു 10,000 രൂപ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കുക. ആ 10,000 രൂപയും നമ്മൾ എവിടെ കാണിക്കും? ട്രേഡിങ്ങിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ആ സെയിം എമൗണ്ടിനെ നമ്മൾ വീണ്ടും എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കും. ക്ലിയർ ആയല്ലോ? ആദ്യം നമുക്ക് വന്ന മൊത്തം ലോസിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും അതേ ഫുൾ എമൗണ്ട് പി ആൻഡ് അക്കൗണ്ട്, കാരണം നമുക്ക് നഷ്ടമാണ്, ലോസ് ആണ് സംഭവിച്ചത്, അപ്പോൾ പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? ലോസ് ഓഫ് സ്റ്റോക്ക് ഓർ ഗുഡ്സ് ഡിസ്ട്രോയിഡ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ്. അപ്പോഴാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ ലോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക.
പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യാനാ പറഞ്ഞാൽ പി ആൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു ലോസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക ക്ലോസിംഗ് എൻട്രി. ഇതാണ് ഗുഡ്സ് അൺഇൻഷുർഡ് അല്ലെങ്കിൽ ഇൻഷുർഡ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 2 എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 11ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബ് ദ ടേം ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ. ബ്രാഞ്ച് അക്കൗണ്ടിംഗ് എന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ? പേര് തന്നെ അറിയാം, ഒരു ഹെഡ് ഓഫീസിൽ അവരുടെ കീഴിൽ ഒരു 5-6 ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനെ തന്നെയാണ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ബ്രാഞ്ച് അക്കൗണ്ട്സ് ഉള്ള ചാപ്റ്ററിൽ ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ. When there is a number of branches, transaction between branches may take place. ഒരു കമ്പനിക്ക് ഇപ്പോൾ കുറേ ബ്രാഞ്ചുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബ്രാഞ്ചുകൾ തമ്മിൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്. വെരി ഓഫൺ ഗുഡ്സ് ഓർ ക്യാഷ് മേ ബി സെൻഡ് ബൈ വൺ ബ്രാഞ്ച് ടു അനദർ ഓർ എക്സ്പെൻസസ് മേ ബി ഇൻകേർഡ് ബൈ വൺ ബ്രാഞ്ച് ഓൺ ബിഹാഫ് ഓഫ് അനദർ. അത് എന്താ പറയുക, വെരി ഓഫൺ, തുടർച്ചയായിട്ട് നമ്മുടെ സാധനങ്ങളോ പൈസയോ ഒക്കെ പല ബ്രാഞ്ചുകളിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങാറുണ്ട്. അതേപോലെ ചില നഷ്ടം വരുമ്പോൾ മറ്റുള്ള ബ്രാഞ്ചുകളുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടവും നമുക്ക് ഇൻകർ ചെയ്യാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനാണ് എന്ത് പറയുന്നത്? സച്ച് ട്രാൻസാക്ഷൻ ആർ കോൾഡ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ. ഇന്റർ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ. അത് പെട്ടെന്ന് ഗുഡ്സ് അയച്ചു കൊടുത്തിട്ടാവാം, ക്യാഷ് അയച്ചു കൊടുത്തിട്ടാവാം, ചിലപ്പോൾ ഒരു ബ്രാഞ്ചിന്റെ ലോസ് നമ്മൾ ഇൻകർ ചെയ്യേണ്ടി വരാം. ഇത്തരത്തിലുള്ള ഏത് ട്രാൻസാക്ഷൻ വരികയാണെങ്കിലും അതിനെയാണ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഒക്കെ ഉണ്ടാവുന്നത് ഇൻസ്ട്രക്ഷൻ എവിടുന്ന് കിട്ടിയിട്ടുണ്ടാവണം? ഹെഡ് ഓഫീസിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് അവിടെ ഉണ്ടായിരിക്കണം ഹെഡ് ഓഫീസിന്റെ, ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ബ്രാഞ്ചുകൾ തമ്മിലുള്ള ഇടപാട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം സെൻഡിങ് ബ്രാഞ്ച് അസ്യൂംസ് ദാറ്റ് ദ ഗുഡ്സ് ഓർ ക്യാഷ് ഈ സെൻഡ് ടു ഹെഡ് ഓഫീസ്. ഒരു ബ്രാഞ്ചിലേക്ക് നമ്മൾ ഗുഡ്സോ ക്യാഷോ കൊടുക്കുക പറയുമ്പം അത് ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുന്നത് പോലെയാണ്. ആൻഡ് റിസീവിങ് ബ്രാഞ്ച് അസ്യൂംസ് ദാറ്റ്, ഇനി ഏത് ബ്രാഞ്ചാണോ അത് റിസീവ് ചെയ്യണമെങ്കിൽ അവരത് ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്തു എന്നുള്ളതാണ്. ഇവരിപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറെ ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ കൊടുത്തയക്കുമ്പോൾ അത് ഹെഡ് ഓഫീസിൽ നിന്ന് കൊടുത്തയക്കുന്ന പോലെയും മറ്റേ വാങ്ങുന്ന ആളുകൾക്ക് അത് ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന പോലെയാണ് അവിടെ ട്രീറ്റ്മെന്റ് വരുന്നത്. ഇറ്റ് ഈസ് അണ്ടർ ദ അസംഷൻ ജേർണലറീസ് ആർ പാസ്. അപ്പോൾ ഈ ഒരു അസംഷനിലാണ് ജേർണലറീസ് ഒക്കെ അവിടെ കൊടുക്കുന്നത്. ഇതിനെയാണ് ഇന്റർ ബ്രാഞ്ച് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഹൗ വിൽ യു ഡീൽ ദ ബാലൻസ് ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ് അക്കൗണ്ട് ആഫ്റ്റർ ദ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്. അതായത് ഫോർഫീറ്റഡ് ഷെയർസ് നമ്മൾ ഒരിക്കൽ ഷെയർ ഇഷ്യൂ ചെയ്തു, അത് എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യാതെ വരുമ്പോൾ അതിനെ ഫോർഫീറ്റ് ചെയ്യും. ഫോർഫീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള ഷെയറിനെ വീണ്ടും നമ്മൾ റീ ഇഷ്യൂ ചെയ്യും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ബാലൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ള ചാപ്റ്ററിലാണ് പറയുന്നത്. ജനറലി സ്പീക്കിംഗ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഫോർഫീച്ചർ ഈസ് ടു റിവേഴ്സ് ഓൾ ദ എൻട്രീസ് എക്സെപ്റ്റ് ദോസ് റിലേറ്റിംഗ് ടു പ്രീമിയം ഓൾറെഡി പാസ്ഡ് ടിൽ ദ സ്റ്റേജ് ഓഫ് ഫോർഫീച്ചർ. കാരണം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ ഓഫ് ഫോർഫീറ്റഡ് എമൗണ്ട്, എത്ര രൂപയാണോ നമ്മൾ ഫോർഫീറ്റ് ചെയ്ത് വെച്ച ഷെയറിലേക്ക് നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്നത് അതിനെ മൊത്തത്തിൽ നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 രൂപയുടെ ഒരു ഷെയർ ആണെന്ന് വിചാരിക്കുക. 2 രൂപ അപ്ലിക്കേഷൻ, 2 രൂപ അലോട്ട്മെന്റ്, ബാക്കി 3 രൂപ കോൾ മണി, ബാക്കി 7 ഫൈനൽ കോൾ എന്നൊക്കെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2 രൂപ അപ്ലിക്കേഷനും കിട്ടിയിട്ടുണ്ടാവും, 2 രൂപ അലോട്ട്മെന്റും കിട്ടിയിട്ടുണ്ടാവാം. അപ്പൊ ആ 4 രൂപ നമ്മളിങ്ങനെ ഫോർഫീറ്റ് ചെയ്ത്, ചിലപ്പോൾ കോൾ അടയ്ക്കാത്തതുകൊണ്ടാവും നമ്മളത് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ റിസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നീട് ഇത് ഫോർഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ആദ്യം റിസീവ് ചെയ്തതിനെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഈ എമൗണ്ട് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യില്ല. എപ്പോൾ വരേക്ക്? ഈ ഫോർഫീറ്റ് ചെയ്തിരിക്കുന്ന ഷെയർ റീ ഇഷ്യൂ ചെയ്യുന്നത് വരേക്കും ഇങ്ങനെ കിട്ടുന്ന ഈ എമൗണ്ട് നമ്മൾ ഒന്നിനു വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യില്ല. കൂടാതെ ഇതിനെ നമ്മൾ എന്താ ചെയ്യുക? ഷുഡ് ബി ഷോൺ ബൈ വേ ഓഫ് അഡീഷൻ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ അണ്ടർ ലയബിലിറ്റീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. കൂടാതെ ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ഫോർഫീറ്റഡ് അക്കൗണ്ടിലെ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും? കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒപ്പം തന്നെ കാണിക്കുക ലയബിലിറ്റീസ് ആയിട്ട് ബാലൻസ് ഷീറ്റിന്റെ
ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. എപ്പോൾ ഇങ്ങനെ ഫോർഫീറ്റ് ചെയ്തിരിക്കുന്ന ഷെയർസ് റീ ഇഷ്യൂ ചെയ്യുന്നവരേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫുൾ എമൗണ്ടിനെ ഫോർഫീറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ഇതിനെ ഒരിക്കലും നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല. ഇനി ഇത് കാണിക്കുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ അപ്പോൾ ആഡ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. ഇതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോർഫീറ്റ് ചെയ്ത ഷെയർസ് ഒക്കെ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഇഷ്യൂ ചെയ്യാം. പാറിനോ പ്രീമിയത്തിനൊക്കെ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർഫീറ്റ് പറഞ്ഞ റിവേഴ്സ് എല്ലാ എൻട്രീസും റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ അതുവരെ എന്തൊക്കെ എൻട്രി ചെയ്തോ അതിനൊക്കെ റിവേഴ്സ് ചെയ്യുക. ടു ട്രീറ്റ് ദ എമൗണ്ട് ഓൾറെഡി റിസീവ്ഡ് ആസ് ഫോർഫീറ്റഡ് ടു ദ കമ്പനി. നമ്മൾ എത്രയാണോ റിസീവ് ചെയ്തതെല്ലാം കമ്പനിയുടെ ഫോർഫീച്ചർ കാരണം അതിൽ റിവേഴ്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇനി 13ാമത്തെ ക്വസ്റ്റിനെ ചോദിച്ചാൽ വാട്ട് ഈസ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം? എന്തിനാണ് ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത്? ഇവിടെ ഇൻവോയ്സിങ് ഓഫ് ഗുഡ്സ് ഈസ് ഡൺ അറ്റ് ദ ഹോൾസെയിൽ പ്രൈസ്. ഇവിടെ എപ്പോഴും ഗുഡ്സ് ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് ഹോൾസെയിൽ പ്രൈസിലായിരിക്കും കാണിക്കുക. ദിസ് ഈസ് ടു എ റീറ്റെയിൽ ബ്രാഞ്ച്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ വിൽപ്പന മാത്രം നടക്കുന്ന റീറ്റെയിൽ ബ്രാഞ്ച് ആയിരിക്കും. അതിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ ബ്രാഞ്ച് ഇൻ ക്വസ്റ്റ്യൻ ഈസ് ഷോൺ അറ്റ് ദ ഹോൾസെയിൽ പ്രൈസ്. ക്വസ്റ്റ്യനിൽ എപ്പോഴും ഹോൾസെയിൽ പ്രൈസിലായിരിക്കും ആ ബ്രാഞ്ചിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒക്കെ കാണിച്ചിട്ടുണ്ടാവുക. അതിനോട് കൂടിയിട്ട് എന്തെങ്കിലും അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഒപ്പം കാണിക്കുകയും അതിനെ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഹോൾസെയിൽ ഇൻവോയ്സിംഗ് എന്ന് അല്ലെങ്കിൽ ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിലത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ഹോൾസെയിൽ പ്രൈസിലായിരിക്കും. ഇതിനെയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തത്. എ സൈക്കിൾ ദ ക്യാഷ് പ്രൈസ് ഓഫ് വിച്ച് ഈസ് ₹3,600 ഈസ് സോൾഡ് ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം ഫോർ ₹4,000 പേയബിൾ ഇൻ 4 quarterly installments of ₹1,000 each. The first payment is made at the end of the first quarter. Show how the interest is calculated. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു സൈക്കിൾ ഉണ്ട്. അതിന്റെ ക്യാഷ് പ്രൈസ് 3600 ആണ്. ഹയർ പർച്ചേസ് സിസ്റ്റം പ്രകാരം വിൽക്കുന്നുണ്ട്. 4000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ബാക്കി 4000 പേയബിൾ ഇൻ 4 ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ്. 1000 രൂപ വെച്ച് 4 ക്വാർട്ടർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് പേയ്മെന്റ് ആ വർഷം കഴിയുമ്പോൾ അടച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത് 4000 നമ്മളപ്പോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 1000 രൂപ വെച്ചിട്ട് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ മൊത്തം നമ്മൾ എത്ര രൂപ കൊടുക്കണം? 8000 രൂപയാണ് കൊടുക്കുന്നത്. ആക്ച്വലി അതിന്റെ പ്രൈസ് എത്രയാണ്? 3600 ആണ്. അപ്പോൾ ഈ 3600 സ്ഥാനം 8000 രൂപ വരെ നമ്മൾ അടച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻസ് തന്നെയാണ് അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായി? ഈ 8000-ൽ നിന്ന് 3600 ആയിട്ടുള്ള ക്യാഷ് പ്രൈസ് കുറയ്ക്കുമ്പോൾ 4400 വരും. ഇതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യാൻ പറയുന്നത്? ഇൻട്രസ്റ്റ്മെന്റ് എമൗണ്ട് ഒക്കെ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 4400 ഇൻട്രസ്റ്റ് കിട്ടിയത് അല്ലേ? അതിനെ 4 തുല്യ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഭാഗിക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 4:3:2:1 എങ്ങനെയാണ് അത് വരിക? അപ്പൊ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഒപ്പം കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 4400 × 4/10. 10 കിട്ടിയത് 4 3 7 7 9 1 10. അങ്ങനെ 10-ൽ 4 ഒന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് സമയത്ത് കൊടുക്കുന്നത്. 1760 കിട്ടും. സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആവുമ്പോൾ 4400 × 3/10 വരും. അടുത്തതാവുമ്പോൾ 4400 2/10 1/10 അങ്ങനെ ചെയ്ത് കിട്ടുന്നതാണത്. അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നമുക്ക് മൊത്തം എത്ര വരും? 4400 ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇവിടെ കിട്ടുന്നു. ഇങ്ങനെയാണ് ആ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ വേസ്റ്റിംഗ് അസെറ്റ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ. അപ്പൊ അസറ്റ് എന്താണെന്നുള്ളതും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സെക്കൻഡ് ചാപ്റ്ററിൽ. അപ്പൊ അതിലാണ് അതിലത്തെ ഒരു അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. അതിന്റെ എക്സാമ്പിൾ ഒക്കെ അവിടെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റിൽ പറയുന്നതാണ് വേസ്റ്റിംഗ് അസറ്റ്. ഒരു അസറ്റ് പൂർണ്ണ തോതിൽ നമ്മൾ ഉപയോഗിച്ച് ഇനി അത് ഉപയോഗശൂന്യമായി മാറുകയാണ്, അത് യൂസ് ചെയ്തതിന്റെ ഫലമായിട്ട്. ഇത്തരത്തിലുണ്ടാവുന്ന അസറ്റിനാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് വെർത്ത്ലെസ് ആയിട്ട് മാറുകയാണ്. ഒരിക്കലും അതിന്റെ യൂട്ടിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ
എക്സാമ്പിൾ മൈന, ക്വാറി, ഓയിൽ വെല്ല്, ടിമ്പർ റിസോഴ്സുകൾ, എണ്ണഖനികളും ക്വാറികളും ഓയിൽ വെൽസ്, എണ്ണപ്പാടങ്ങളൊക്കെ എണ്ണക്കിണറുകളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ എയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡിഫൈൻ അക്കൗണ്ടിങ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക, ഡെഫിനേഷൻ കൊടുക്കുക, അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക. അക്കൗണ്ടിങ്ങിന് ഡെഫിനേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് AAA പ്രകാരം വരുന്ന അമേരിക്കൻ അക്കൗണ്ടിങ് അസോസിയേഷൻ പറയുന്നത് അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് എക്കണോമിക് ഇൻഫർമേഷൻ. എക്കണോമിക് ആയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ടു പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെൻറ്റ്സ് ഡിസിഷൻ ബൈ ദ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ ആവശ്യമുള്ള കുറേ ആളുകളുണ്ട്, അവർക്കൊക്കെ ഡിസിഷൻ മേക്കിങ്ങിന് കൊടുക്കുക. ഇത് തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ്. അപ്പോൾ ഫങ്ഷനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ഫങ്ഷൻ ഇത് തന്നെയാണ്, അതിൻ്റെ സ്കോപ്പ് തന്നെയാണ് കേട്ടോ. കാരണം ഇവിടെ കണ്ടോ ഫോളോയിങ് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഫങ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ സ്കോപ്പ് തന്നെയാണ്. എവിടേക്കാണ് നമുക്കൊരു സാധ്യതയുള്ള ബുക്ക് കീപ്പിങ്ങിന് ആവശ്യമാണ് അല്ലേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എല്ലാ ഫിനാൻഷ്യൽ ഡേറ്റകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് ആണ് ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ നമുക്ക് ഇതിലൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും വ്യാഖ്യാനിക്കാനൊക്കെ സാധിക്കണം. എന്നിട്ട് വേണം നമുക്കത് വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ സെഗ്മെൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. ഓരോ സെഗ്മെൻറ്റിനായിട്ട് നമുക്ക് മൊത്തത്തിലൊരു ഫേമിൻ്റെയും കൊടുക്കാം, ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടും ഒക്കെ സെഗ്മെൻറ്റ് വൈസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യനും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് അത് പ്രിപ്പറേഷനും പ്രസൻറ്റേഷനും അതിൻ്റെ ഫൈനൽ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഏതിൻ്റെ ബേസിലേ ചെയ്യാൻ പാടുള്ളൂ, ഒരു സർട്ടൻ സ്റ്റാൻഡേർഡിൻ്റെ ബേസിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്റ്റാൻഡേർഡിനെ തന്നെയാണ് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു തരുമ്പോൾ ഞാൻ റിട്ടൺ ആയിട്ട് ഞാൻ തന്നെ എഴുതിയൊരു സെൻറ്റൻസുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം സ്കോപ്പിലാണിത് വന്നെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ 7 പോയിന്റുകളാണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷനിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ 2 കോളം ക്യാഷ് ബുക്കാണ്. അപ്പോൾ 2020 ക്വസ്റ്റ്യൻ പേപ്പറിലും 21 ക്വസ്റ്റ്യൻ പേപ്പറിലും ഡബിൾ കോളം അല്ലെങ്കിൽ 2 കോളം ക്യാഷ് ബുക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാനതിന് ഫോർമാറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 സൈഡിലും ക്യാഷും ബാങ്ക് കോളും വന്നിട്ടുള്ളത് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ അതിന് ട്രാൻസാക്ഷനൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഹിന്ദുസ്ഥാൻ പ്രിന്റർ പർച്ചേസ് എ പ്രിന്റിംഗ് മെഷീൻ ഓൺ ഹയർ പർച്ചേസ് ബേസിസ്. അപ്പോൾ ഇവിടുന്ന് അത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹയർ പർച്ചേസ് എന്നാണ്. പേയ്മെൻറ്റ് 10,000 രൂപയാണ്. ആ പറഞ്ഞ ഡേറ്റ് കൊടുക്കുന്നത്. ബാലൻസ് അവർ 3.5 വർഷം കൊണ്ട് 3.5 ഇയർലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 8,200 വെച്ച് 3, 8,200, 7,440, 6,300 ആയിട്ട് ബാക്കി എമൗണ്ട് അവർ അടയ്ക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വെൻഡർ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് 10%. അത് ഹാഫ് ഇയർ ബാലൻസിലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബുക്സ് ക്ലോസ് ചെയ്യണമെങ്കിൽ ആനുവലി 31 ഡിസംബറാണ് ക്ലോസ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട് മെഷീന് 10%. ഡിമിനിഷിങ് ബാലൻസിലാണ്. വെൻഡറുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഹയർ പർച്ചേസ് എന്നുള്ള ചാപ്റ്ററിൽ ഹയർ വെൻഡറുടെ ബുക്കിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ വരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം മെഷീനറി കൊടുത്തത്, അവരുടെ നിന്ന് ഡൗൺ പേയ്മെൻറ്റ് റിസീവ് ചെയ്തത്, ബാക്കി ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആവുന്നത്, അതിന് ശേഷം നമുക്ക് കയ്യിൽ ക്യാഷായി കിട്ടുന്നത്, ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രത്യേകിച്ച് കാണിക്കേണ്ടി വരിക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക കേട്ടോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബൈനറി ലിമിറ്റഡ് ഹാഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ കംപ്രൈസിങ് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. 20,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്. അതിൽ 2 രൂപയാണ് ആപ്ലിക്കേഷൻ സമയത്ത് വാങ്ങുന്നത്. അലോട്ട്മെൻറ്റിന് 3. ആ അലോട്ട്മെൻറ്റ് തന്നെ എന്തുണ്ട്, പ്രീമിയം ഉണ്ട്. ഇൻക്ലൂഡിങ് പ്രീമിയം ഓഫ് ₹3 ഓൺ ഫസ്റ്റ് കോൾ ആൻഡ് ₹3 ഓൺ ഫൈനൽ കോൾ. അപ്പം 3 രൂപ ഫസ്റ്റ് കോൾ, 3 രൂപ ഫൈനൽ കോൾ. അപ്പം 3, 3, 6 രൂപയായി. അലോട്ട്മെൻറ്റ് 3 രൂപ, 6, 3, 9 ആയി. 2 രൂപ ആപ്ലിക്കേഷൻ, അപ്പോൾ 11 ആയി. അപ്പോൾ പ്രീമിയം എത്രയാണ് വരുന്നത്, അലോട്ട്മെൻറ്റിൻ്റെ ഒപ്പം
2 രൂപയാണ് അലോട്ട്മെന്റ്, 1 രൂപ അവിടെ പ്രീമിയം ആയിട്ടാണ് കണക്കാക്കുന്നത്. കണക്കാക്കിയത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. 10 രൂപയാണ് വില, 2 രൂപ അപ്ലിക്കേഷന്, 3 രൂപ അലോട്ട്മെന്റ് പറയുമ്പോൾ പ്രീമിയം വരുന്നുണ്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ പ്രീമിയം 1 രൂപയാണ് വരുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷെയർസ് ഒക്കെ കോളപ്പ് ചെയ്തു, ഫസ്റ്റ് കോളൊക്കെ വിളിച്ചു, എല്ലാ കോൾ മണിയും കിട്ടി, എക്സെപ്റ്റ് ഫ്രം എ ആൻഡ് ബി. എ ആൻഡ് ബിൻ്റെ മാത്രം എന്ത് ഓൾ ദ മണി റിസീവ്ഡ്, എല്ലാ പൈസയും വിളിച്ചതെല്ലാം കിട്ടി, എയും ബിയും മാത്രം കൊടുത്തില്ല. എ 300 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അലോട്ട്മെൻറ്റും അടച്ചിട്ടില്ല, ഫസ്റ്റ് കോളും അടച്ചിട്ടില്ല. ബി 100 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫസ്റ്റ് കോൾ മണി അടച്ചിട്ടില്ല. അപ്പോൾ ഈ ഷെയർസ് 300 100 400 ഷെയർ ആണ് എന്ത് ചെയ്തത്, ഫോർഫീറ്റ് ചെയ്തത്, കമ്പനി തിരിച്ചു പിടിച്ചു. എന്നിട്ട് ഇതെല്ലാം കൂടി സി പറഞ്ഞ ആൾക്ക് കൊടുത്തു. അയാൾക്ക് 6 രൂപ പെർ ഷെയറിനാണ് കൊടുത്തിരിക്കുന്നത്. പെയ്ഡ് അപ് ടു ഫസ്റ്റ് കോൾ വരുന്നത് 6 രൂപ. അപ്പോൾ അതിൻ്റെ ബേസിൽ ജേണൽ എൻട്രീസും ഫോർഫീറ്റും റീഇഷ്യൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലേ, രണ്ടാമത്തെ ചാപ്റ്ററിൽ ആ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം നോൺ പേയ്മെൻറ്റ് കാരണം ഫോർഫീറ്റ് ചെയ്യുകയും അതിനെ റീഇഷ്യൂ ചെയ്യുന്ന എൻട്രികളാണ് അവിടെ, ജേണൽ എൻട്രി മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. 20ാമത്തേൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ, ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റിൽ കൃത്യമായിട്ട് നേരത്തെ ഞാൻ കാണിച്ചതിനായിരുന്നു ഫീച്ചേഴ്സ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസുകൾ. ആ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ 1 January 2019 രാജ് ആൻഡ് അമിത് സ്റ്റാർട്ടഡ് എ പാർട്ണർഷിപ്പ് ഫേം വിത്ത് എ ക്യാപിറ്റൽ 1 lakhും ഒരാൾ 1,16,000 ക്യാപിറ്റൽ എടുത്തുകൊണ്ട് പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തു. അതിൽ അഡീഷണൽ ക്യാപിറ്റൽ രാജ് വീണ്ടും ഒരു 30,000 കൊണ്ടുവന്നിട്ടുണ്ട് ജൂലൈ 1 ആൻഡ് അനദർ 20,000 ഒക്ടോബറിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6% നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ 2 പേര് ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ആൾ 1 lakhും രണ്ടാമത്തെ ആൾ 1,16,000 കൊണ്ടുവന്നു. പക്ഷേ 1 lakh കൊണ്ടുവന്നിട്ടുള്ള രാജ് 2 പ്രാവശ്യം അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ട് 30,000ഉം 20,000ഉം ആണ്. അപ്പോൾ നമ്മളോട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് അവർക്ക് കൊണ്ടുവന്നുകൊണ്ട് 6%. അപ്പോൾ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഫസ്റ്റ് ആളുടെ എടുക്കുക, രാജിൻ്റെ എടുക്കുക. രാജ് 1 January 2019 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര? 1 ലക്ഷം. അപ്പോൾ 1 ലക്ഷം ഇൻറ്റു അതിൻ്റെ 6% പറയുമ്പോൾ ആ ഒരു വർഷത്തേക്ക് എത്ര കിട്ടും? 6,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കൊണ്ടുവന്നത് എപ്പോഴാണ്? 1 July 2019. അപ്പോൾ ജൂലൈ 1 ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ആ ഒരു മാസം മുഴുവൻ കിട്ടും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസത്തെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 30,000 ഇൻറ്റു 6/12 ഇൻറ്റു 6% ഇൻട്രസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കിട്ടും. ഇനി അടുത്ത ക്യാപിറ്റൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഒക്ടോബർ 31 കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഒക്ടോബർ 31 20,000 കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒക്ടോബർ 31 കൊണ്ടുവന്നത്. അപ്പം നവംബറും ഡിസംബറും 2 മാസമാണ് ആ വർഷത്തിൽ 20,000 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ കാണുക? 20,000 ഇൻറ്റു 2/12 ഇൻറ്റു 6/100 കാണാം. ഇങ്ങനെയാണ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ആണ് അതിലേക്ക് കിട്ടുന്നത്. ആദ്യം ജനുവരി 1 കൊണ്ടുവന്നതിന് ഫുള്ളായിട്ട് 6% 1 lakhന് കിട്ടുന്നു. അഡീഷണൽ കൊണ്ടുവന്നത് ജൂലൈയിൽ, അതുകൊണ്ട് ബാക്കിയുള്ള മാസത്തെ 5 മാസത്തെ കിട്ടുന്നു, 6 മാസത്തെ കിട്ടുന്നു. ഒക്ടോബർ 31 അടുത്തത് കൊണ്ടുവന്നപ്പം പിന്നെ നവംബറും ഡിസംബറും 2 മാസത്തെ ഇതിൻ്റെയും ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കിട്ടുന്നു. അങ്ങനെ ഈ 3 കൂടിയുള്ള ഇൻട്രസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ അയാൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെഡ് ഓഫീസ് ഇൻവോയ്സ് ഗുഡ്സ് ഇറ്റ്സ് ബ്രാഞ്ച് 20% less than the list price, which is cost plus 100% goods are sold to customers at list price. അതിൽ കസ്റ്റമേഴ്സ് 100% ഇൻവോയ്സ് എന്താ പറയുക ഗുഡ്സ് സോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ബ്രാഞ്ചിന് ഇൻവോയ്സ് ഒരു 20% കുറച്ചിട്ടാണ്, എത്രയാണോ എമൗണ്ട് വരുന്നത് അതിന് 20% കുറച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഹെഡ് ഓഫീസ് ആൻഡ് ബ്രാഞ്ചിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് എന്ത് പ്രോഫിറ്റാണ് ഹെഡ് ഓഫീസും ബ്രാഞ്ചും ഉണ്ടാക്കിയിരിക്കുന്നത്
ബിഗിനിങ്ങിലെ സെയിൽ ഇൻവോയ്സ് പ്രൈസ് തന്നിട്ടുണ്ട്, ആ വർഷം പർച്ചേസ് ചെയ്ത് തന്നിട്ടുണ്ട്, ബ്രാഞ്ചിലേക്ക് അയച്ച് തന്നിട്ടുണ്ട്, എത്ര സെയിലായി പോയി എന്ന് അറിയുന്നുണ്ട്, എക്സ്പെൻസും 32,000 തന്നിട്ടുണ്ട്. ബ്രാഞ്ചിനെ സംബന്ധിച്ചോളം ബിഗിനിങ്ങിൽ 1000 രൂപയോ 1600 കാണുന്നതിൽ. പിന്നെ സെയിൽസ് നടന്നത് 36,000 സെയിൽസ് നടന്നിട്ടുണ്ട്, 5000 എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മളോട് ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിൽ ഉള്ള പ്രോബ്ലമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഹെഡ് ഓഫീസും ബ്രാഞ്ചും എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു, ആ വർഷം എന്ത് പർച്ചേസ് ചെയ്തു, ബ്രാഞ്ചിലേക്ക് എത്ര കൊടുത്തയച്ചിട്ടുണ്ട്, ആ വർഷം നടന്ന സെയിൽസ് എത്ര നോക്കുക, സെയിൽസിലൂടെ പ്രോഫിറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ആ പ്രോഫിറ്റ് ഈ ചെലവുകൾ ഒക്കെ കിഴിച്ച് ബാലൻസ് വരുന്നതാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളത് 23-ാമത്തേൽ നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിൽ ആഫ്റ്റർ ടേക്കിംഗ് കൺസിഡറേഷൻ ഓൾ എക്സ്പെൻസസ്, എല്ലാ എക്സ്പെൻസും കൺസിഡർ ചെയ്തതിന് ശേഷം മാനേജറുടെ കമ്മീഷൻ എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പോൾ മാനേജർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് 5% പ്രോഫിറ്റിൻ്റെ. അങ്ങനെയാണെങ്കിൽ മാനേജറുടെ കമ്മീഷൻ 2 കേസിൽ കാൽക്കുലേറ്റ് ചെയ്യും. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് മാനേജർക്ക് കമ്മീഷൻ കൊടുക്കുന്നത് പ്രോഫിറ്റിൻ്റെ 5%. എങ്ങനെയാണ്? ബിഫോർ ചാർജിങ് ദ കമ്മീഷൻ, കമ്മീഷൻ ചാർജ് ചെയ്യണം മുന്നേയും, ഒന്ന് ആഫ്റ്റർ ചാർജിങ് സച്ച് കമ്മീഷൻ 5%. ഈ 2 കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫൈനൽ അക്കൗണ്ട്സിൽ കമ്മീഷൻ എന്താണ്? ഒന്നാമത്തെ കാര്യം എക്സ്പെൻസ് ആണത്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ കാണിക്കുക പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലും കാണിക്കും. അപ്പോൾ കമ്മീഷന് നമ്മൾ 2 തരത്തിലാണ്, ഒന്ന് ബിഫോർ ചാർജിങ് ഉണ്ട്, ആഫ്റ്റർ ചാർജിങ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ കേസിൽ ബിഫോർ ചാർജിങ് സച്ച് കമ്മീഷൻ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് റഫായിട്ട് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് ബാലൻസ് ആ പ്രോഫിറ്റ് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ കമ്മീഷൻ കൂടി അവിടെ ചാർജ് ചെയ്യുന്നത്. എത്ര പെർസെൻറ്റേജാണ്? പ്രോഫിറ്റിൻ്റെ 5% ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് എത്രയാണുള്ളത് അതിൻ്റെ 5%. അപ്പോൾ പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ, കമ്മീഷൻ കൊടുക്കണം മുന്നുള്ള പ്രോഫിറ്റ് എത്രയാണ് നോക്കുക, അത് ഇൻറ്റു 5% അല്ലേ പറഞ്ഞത്, അപ്പോൾ 5/100 ചെയ്യാം. ഓക്കെ. രണ്ടാമത്തെ കേസിൽ കമ്മീഷൻ ചാർജ് ചെയ്തതിന് ശേഷമുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ കമ്മീഷൻ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് ആ കമ്മീഷനും കൂടിയിട്ട് അവിടെ കാണിക്കുക ചെയ്യുക. പി ആൻഡ് അക്കൗണ്ടിൽ കാണിച്ചതിന് ശേഷം 2 സൈഡും വീണ്ടും ബാലൻസ് ചെയ്യും അല്ലേ. അപ്പോൾ കനോട്ട് ബി ഫൈൻഡ് വിത്തൗട്ട് കാൽക്കുലേറ്റിംഗ് ദ എമൗണ്ട് ഓഫ് കമ്മീഷൻ. അപ്പോൾ ഇങ്ങനത്തെ കേസ് വരുന്ന സമയത്ത് ഇവിടെയും പ്രോഫിറ്റ് റഫായിട്ട് വർക്കൗട്ട് ചെയ്യും. അതിൻ്റെ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ നോക്കുക. ഫ്രം ദിസ് എമൗണ്ട് കമ്മീഷൻ തന്ന പെർസെൻറ്റേജ് എന്താണ്? 5% വെച്ചാൽ ഇവിടെ ഇത്രയേ ഉള്ളൂ പ്രോഫിറ്റ്. ഇവിടെ രണ്ടും സെയിം ആണ്. ആദ്യം റഫായിട്ട് 2 കേസിലും നമ്മൾ എല്ലാ എക്സ്പെൻസ് പി ആൻഡ് അക്കൗണ്ട് ചെയ്യുക ആദ്യം, എന്നിട്ട് അതിലെ എക്സ്പെൻസുകളെല്ലാം എഴുതുക ഡെബിറ്റ് സൈഡിൽ, ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഏത് ഭാഗമാണോ കൂടി നിൽക്കുന്നത് അതിൽ നിന്ന് കുറഞ്ഞ ഭാഗത്തിന് കുറയ്ക്കും. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കിട്ടും. ആ ഡിഫറൻസ് കിട്ടുന്നതിൻ്റെയാണ് 5/100 കാണേണ്ടത്. ഓക്കെ, അതാണല്ലോ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ കേസിൽ ബിഫോർ ചാർജിങ് ചെയ്യേണ്ടത്. ആഫ്റ്റർ ചാർജിങ് ആകുമ്പോൾ ഇതേപോലെ തന്നെ കാണാം. 5% എത്രയും നോക്കുക. നോക്കിയിട്ട് പ്രോഫിറ്റ് ബിഫോർ കമ്മീഷൻ എത്ര നോക്കിയിട്ട് ഇൻറ്റു റേറ്റ് ഓഫ് കമ്മീഷൻ 5% അല്ലേ. അപ്പോൾ 5/100 + 5, അതായത് 105. 5/105 ഇതാണ് ആഫ്റ്റർ ചാർജിങ് കമ്മീഷൻ കാണേണ്ട ആ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ 2 ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. കറക്റ്റായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. അതായത് 21ാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്. നിങ്ങൾ ഫൈനൽ അക്കൗണ്ട് പഠിക്കുമ്പോൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതിൽ 21ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള ആ ഒരു തമ്പനെയിലോട് കൂടിയിട്ടുള്ള വീഡിയോസ് സെലക്ട് ചെയ്യുക. അതിൽ ഞാൻ കൃത്യമായിട്ട് ആ തമ്പനെയിൽ കൊടുത്തിട്ടുണ്ട് ഇത്ര മുതൽ ഇത്ര വരെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണെന്നുള്ളത്. അപ്പോൾ 14 to 20 വരെ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്. ഹെഡിങ് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. അടുത്തത് ബാലൻസ് ഉള്ള എമൗണ്ടുകൾ പോയിന്റുകൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് പ്രോബ്ലം സഹിതം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്രയും പറയൽ സാധ്യമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ കാണേണ്ട ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ തമ്പനയിലൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് തന്നെ കാണുന്നുണ്ട് രണ്ടാമത് ചാപ്റ്റർ 2 എന്ന് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊഡ്യൂൾ 2 എന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ
കൊടുത്തതിൽ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ട് ഇത്ര മുതൽ ഇത്ര പോയിന്റ് വരെ എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 21ാമത്തെ പോയിന്റ് വരുന്ന വീഡിയോ എടുത്താൽ മതി. ഓക്കെ, അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്ഷൻ ഏത് വരുന്നത്, ബിയിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ സിയിലേക്ക് പോവാം. അതിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ തന്നിരിക്കുന്ന ഒരു ട്രയൽ ബാലൻസ് ആണ് കേട്ടോ. അപ്പോൾ ആ ട്രയൽ ബാലൻസിൽ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം അതിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം തന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ അക്കൗണ്ട് ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് എന്തായാലും പഠിച്ചു വയ്ക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ആ ട്രയൽ ബാലൻസ് തന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് തന്നിരിക്കുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, അത് 80,000 ആണ്. അത് എവിടെയൊക്കെ കാണിക്കണം, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക. പിന്നെ ഗുഡ്സ് 6,000 രൂപയുടെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്, 27th മാർച്ചിന് സെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ക്യാഷ് സെയിൽസ് ആയിട്ട് കാണിക്കുക. അപ്പോൾ അത് 6,000 നമ്മൾ സെയിൽ ചെയ്തായിട്ട് കാണിക്കുക. പിന്നെ റിസർവ് ഉണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് ഒക്കെ 2% ക്രെഡിറ്റേഴ്സിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് എത്രയാണോ അതിൻ്റെ മുകളിൽ 2% കാണിക്കുക. അതിൻ്റെ പ്രൊവിഷൻ നമ്മൾ P&L അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലെ ക്രെഡിറ്റേഴ്സിൽ നിന്ന് കുറച്ച് കാണിക്കുക. ഇനി റൈറ്റ് ഓഫ് ബാഡറ്റ് 4,000 റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. റിസർവ് അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബാഡറ്റും റിസർവും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ട വിധം എങ്ങനെയാണ്. ഫർദർ ബാഡറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ P&L അക്കൗണ്ടിൽ കാണിക്കേണ്ടതാണ്. ഡൗട്ട്ഫുൾ ഡെറ്റ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാഡറ്റും കൂടി കുറച്ചതിന് ശേഷം വരുന്ന ഡെറ്റേഴ്സിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ഉണ്ട്, സാലറി ഉണ്ട്. ഈ 2 ഔട്ട്സ്റ്റാൻഡിങ്ങും P&L അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഒപ്പം തന്നെ ഇത് ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിങ് അസറ്റിൽ കാണിക്കുക, അതേപോലെ തന്നെ വേജസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും കാണിക്കുക. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട് 5%. എത്രയാണോ ഡിപ്രീസിയേഷൻ കണക്കാക്കിയിട്ട് അത് P&L അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ അസറ്റ് ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിളിൽ നിന്ന് ആ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് 5% കണ്ടത് എത്രയാണോ അത് ലെസ് ചെയ്ത് കാണിക്കുക. ഇങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഹയർ പർച്ചേസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് 4,000 ആയിട്ട് അവർ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാഫ് ഇയർ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രസൻറ്റ് ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 14,870 ആണ്. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് 6%. 6 മന്ത്സിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ജേർണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹയർ പർച്ചേസ് ഉള്ള പോർഷൻ എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ജേർണൽ എൻട്രി ആയിട്ട് ചെയ്യാം. കാരണം കൃത്യമായിട്ട് പർച്ചേസ് ചെയ്ത് കാണിക്കുക, ഡിപ്രീസിയേഷൻ കൊടുത്ത് കാണിക്കുക, ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ ആയത് കാണിക്കുക, ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് കാണിക്കുക. അങ്ങനെ എത്ര ഇൻസ്റ്റാൾമെൻറ്റാണ് പറയുന്നത് അതേപോലെ തന്നെ അത് ചെയ്യാം. എ ലിമിറ്റഡിൻ്റെ കയ്യിൽ എ ലിമിറ്റഡ് ആണ് പർച്ചേസർ. അപ്പോൾ പർച്ചേസറുടെ ബുക്കിലുള്ള ജേർണൽ എൻട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പർച്ചേസർ ചെയ്യുമ്പം ഏത് ഡേറ്റിന് പർച്ചേസ് ചെയ്തു കാണിക്കും, എപ്പോഴാണ് നമ്മളിതെല്ലാം പൈസ കൊടുത്തത്, ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്ത് ഇൻട്രസ്റ്റ് കൊടുത്ത് ഇതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം ബ്രാഞ്ച് അക്കൗണ്ട് ആണ് കേട്ടോ. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് പ്രോഫിറ്റ് ആൻഡ് ലോസ് കോട്ടയം ബ്രാഞ്ചിൻ്റെ ഏത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രാഞ്ച് അക്കൗണ്ട് പഠിക്കുമ്പം ഈ ഒരു സിസ്റ്റം നന്നായിട്ട് നോട്ട് ചെയ്യുക. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നോക്കുക, അതിലെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ ബ്രാഞ്ചിലത്തെ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് പഠിക്കുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമുക്ക് ബ്രാഞ്ചിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ട്രയൽ ബാലൻസ് ഉണ്ടായിരുന്നു, ഷെയർസ് എന്നായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ട്രയൽ ബാലൻസും തന്നിട്ട് ഫൈനൽ അക്കൗണ്ടും ഹയർ പർച്ചേസും ബ്രാഞ്ചും ഒക്കെയാണ് നമുക്ക് വന്ന ആ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ ഈ മോഡൽ തന്നെ ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിക്കുക, ഷെയർസ് കൂടി ഒന്ന് കൂട്ടിയിട്ട് പഠിക്കുക. അതായത് അതിൻ്റെ ഇഷ്യൂവും ഫോർഫീച്ചറും റീ ഇഷ്യൂവും കൂടി വരുന്ന പോലത്തുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് വരാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 2021
ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പ്രോബ്ലംസ് ലാസ്റ്റിലത്തെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ചെയ്യാനുള്ള സമയം നമുക്കില്ല. ഓൾറെഡി നിങ്ങൾ ഈ ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക്